നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുനിശ്ചിത വിജയം സുനിൽ ലാലൂരിനെ നാട്ടിക സമ്മാനിക്കുമെന്ന് CA മുഹമ്മദ് റഷീദ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീട്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണു മരിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞിന് രാജ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. സുനിശ്ചിത വിജയം സുനിൽ ലാലൂരിനെ നാട്ടിക സമ്മാനിക്കുമെന്ന് CA മുഹമ്മദ് റഷീദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ UDFന് അനുകൂലമായി കാണുന്ന ജനങ്ങളുടെ പിന്തുണയും ആവേശവും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന് സുനിശ്ചിത വിജയം സമ്മാനിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. വർഗീയതയെ മാറി മാറി താലോലിക്കുന്നവരും അഴിമതിയിൽ ആറാടി നിൽക്കുന്നവരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലാലൂരിന് എതിരായി നിൽക്കുന്നത്. ആ എതിരാളികൾ നിലംപരിശാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും നാട്ടികയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും CA മുഹമ്മദ് റഷീദ് കൂട്ടിച്ചേർത്തു. UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നാടിന്റെ എല്ലാ വേദനകളിലും പ്രളയമുണ്ടായപ്പോ, ദുരന്തമുണ്ടായപ്പോ, ദുരിതമുണ്ടായപ്പോ എല്ലാ വേദനകളിലും ഒരു ജനപ്രതിനിധിയെ കാണുന്നതിന് പകരം നാട്ടികക്കാർ കണ്ടത് ഒരു ജനപ്രതിനിധി ആകേണ്ട ആളിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പോകാൻ കഴിയാതെ പോയ, ഞങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് കൊണ്ട് പരാജയപ്പെട്ട ആളാണെങ്കിലും ഒരു ജനപ്രതിനിധി ഞങ്ങളുടെ ദുരിതങ്ങൾ കാണാതെ വരാതെ പോയപ്പോ, ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വരാതെ പോയപ്പോ, ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങളുടെ വേദനകളിൽ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്കൊരാളുണ്ടായെങ്കിൽ ആ ആളിന്റെ പേര് സുനിൽ ലാലൂരാണെന്ന് നാട്ടികക്കാർ പറയുക. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, UDF നാട്ടിക നിയോജക മണ്ഡലം ജനറൽ കൺവീനർ K ഹാറൂൺ റഷീദ്, DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് K ഷൗക്കത്ത് അലി, മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P വിനു, ഷീബ ജയകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ MN, പ്രിയൻ പേരുഞ്ചേരി, ജോഷി ആലപ്പാട്ട്, ടോണി ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. VR ബാബു, PS ഷജിത്, മോഹനൻ മാസ്റ്റർ, അമൽ T പ്രേമൻ, KP സന്ദീപ്, AG സുഭാഷ്, പട്ടാട്ട് രാജൻ, PA രാമദാസ്, അശോകൻ പാലിശ്ശേരി, രാജിഷ ശിവജി എന്നിവർ സംസാരിച്ചു. ആ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെയേറെ ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് ഏപ്രിൽ 9 മലയാളി മക്കൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ നമ്മുടെ മുൻകാല തെരഞ്ഞെടുപ്പ് ചിട്ടവട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുണ്ട്. വോട്ടർമാരെ നേരിൽ കേന്ദ്രീകരിക്കുന്ന അത് സഹായകരമായ രൂപത്തിലുള്ള കമ്മിറ്റികൾക്കാണ് ഇത്തവണ രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളാണ്. ഈ 9 പഞ്ചായത്തുകളിൽ മേഖലാടിസ്ഥാനത്തിൽ പരമാവധി ഒരു 10 ബൂത്തിനെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മേഖലാ കമ്മിറ്റികൾക്ക് ഇതിനകം രൂപം കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീണ്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണു മരിച്ചു. ഊരകം സ്വദേശിനി ചെറുവത്തൂർ പണിയ വീട്ടിൽ 67 വയസ്സുള്ള രാധമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച കാവുതീണ്ടൽ സമയത്ത് തിരക്കിനിടയിൽ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ അന്തരിച്ചു. ശനിയാഴ്ച രാവിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പരിവാര സമേതം ക്ഷേത്രത്തിലെത്തിയ വലിയ തമ്പുരാന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഉച്ചയോടെ മരണമടയുകയായിരുന്നു. എന്നാൽ വലിയ തമ്പുരാൻ അനുമതി നൽകേണ്ടിയിരുന്ന കാവുതീണ്ടൽ മുടക്കം കൂടാതെ നടന്നു. ഇളയ തമ്പുരാൻ ഗോദവർമ്മ തമ്പുരാനാണ് കാവുതീണ്ടാൻ അനുമതി നൽകിയത്. നാട്ടിക ബീച്ച് ശ്രീ അരിഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഉത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CS സന്തോഷ്, മേൽശാന്തി യാദവ്, അനന്തു എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കൽ, ഗ്രാമപ്രദക്ഷിണം, പറയെടുപ്പ്, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി PV സത്യവ്രതൻ, ട്രഷറർ PB രണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PR രവീന്ദ്രൻ, UK ധർമ്മൻ, PB വിനോദ്, UB അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 28 ശനിയാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. കൊടിയേറ്റ ദിവസം ക്ഷേത്രത്തിലേക്ക് MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം തൃപ്രയാർ വൈമാളിന്റെ ലാഭവിഹിതത്തിൽ നിന്നുള്ള ധനസഹായം സെക്രട്ടറി EA ഹാരിസ്, മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ചേർന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. തുടർന്ന് എല്ലാ വർഷവും ധനസഹായം നൽകുമെന്ന് ലുലു പ്രതിനിധികൾ അറിയിച്ചു. എടമുട്ടം തണ്ണീർക്കോട്ടത്തുകാരയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, മാടക്കാവിൽ ആചാരപ്രകാരം പറവെപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, ക്ഷേത്രനടയിൽ പറവെപ്പ് എന്നിവ നടന്നു. വൈകിട്ട് 3 ഗജവീരന്മാരോട് കൂടി നടന്ന പകൽ പൂരത്തിൽ ചിറക്കൽ പരമേശ്വരൻ ദേവിയുടെ തിടമ്പേറ്റി. ആസ്ഥാന വിദ്വാൻ മേളശ്രീ പൂനാരി ഉണ്ണികൃഷ്ണൻ, പനങ്ങാട്ടിരി മോഹനൻ മാരാർ തുടങ്ങിയവർ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണമഴയും, തിരുവാതിരക്കളി, തായമ്പക, ഗുരുതി തർപ്പണം, വിളക്കെഴുന്നള്ളിപ്പ്, മംഗളപൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് കാരയിൽ KR ബാബു, സെക്രട്ടറി രാധാകൃഷ്ണൻ കാരയിൽ, ട്രഷറർ ജയശങ്കർ വെള്ളുള്ളിശ്ശേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജസ്ഥാനമേറ്റു. കുഞ്ഞുണ്ണി രാജയുടെ മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി വാതിൽ കാപ്പുവർ സന്നിധിയിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാന്റെ അധികാരതണ്ട് ഏറ്റെടുക്കും. പടാക്കുളം ഈഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ശൃംഗപുരം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തും. ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് നട തുറന്ന് ദർശനം നടത്തി നെയ്ക്കിണ്ടി സമർപ്പിക്കുന്നതോടെ വലിയ തമ്പുരാന്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് പൂർത്തിയാകും. എളവള്ളി സെയ്ദ് അഗതി ആശ്രമത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിയായ 26 വയസ്സുള്ള സമിതയാണ് മരിച്ചത്. പുലർച്ചെ ആശ്രമത്തിലെ അന്തേവാസികളാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. ശനിയാഴ്ച അന്തരിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാട് വീതം നൽകി. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്തുള്ള പുത്തൻ കോവിലിനകത്തായിരുന്നു സംസ്കാരം. അനന്തരവൻ മനോജ് വർമ്മ ചിതയ്ക്ക് തീകൊളുത്തി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ റീത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രത്തിൽ പട്യാര സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലി അർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിൽ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദ്വാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ചടങ്ങ്. തുടർന്ന് മൂത്താശ്ശേരി ചെത്തിമിനിക്കുക അടക്കാമരത്തടിയിൽ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തി. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടി.
തൃശൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാദ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശേഖരിച്ചു. ചട്ടലംഘനം കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്ന പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത്. കാഞ്ഞാണി സെന്ററിൽ അപകടങ്ങൾ പതിവാകുന്നു. കണ്ണു തുറക്കാതെ അധികാരികൾ. അപകടത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന 4 പേർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏനമാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറും കണ്ടശങ്കടവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോയുമാണ് കാഞ്ഞാണി ജംഗ്ഷനിൽ കൂട്ടിയിടിച്ചത്. ഏനാമാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ കാഞ്ഞാണി ജംഗ്ഷൻ അറിയാതെ നേരെ പോയതാണ് അപകട കാരണം. കുറെ നാളുകളായി നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടും യാതൊരു ഇടപെടലും നടത്താതെ പഞ്ചായത്തും ജനപ്രതിനിധികളും പോലീസും പൊതുമരാമത്ത് വകുപ്പും ഒരു സിഗ്നൽ ലൈറ്റോ അല്ലെങ്കിൽ 2 സൈഡിലും റോഡിൽ ഹമ്പ് സ്ഥാപിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇരിങ്ങാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R. ബിന്ദു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കളായ ഉല്ലാസ് കളക്കാട്ട്, P. മണി, VA മനോജ് കുമാർ, NK ഉദയപ്രകാശ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട LDF-ന് ഒപ്പം നിൽക്കുമെന്നും R. ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചരാകുളം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുമ്പാകാണ് പത്രിക സമർപ്പിച്ചത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ, BJP ജില്ലാ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. UDF കൈപ്പമംഗലം സ്ഥാനാർത്ഥി TM നാസർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, PS മുജീബ് റഹ്മാൻ, PP ജോൺ, സിദ്ദീഖ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൈപ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് പത്രിക നൽകി. വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ചാലക്കുടി തഹസിൽദാർ D. ശ്രീജ മുൻപാകെയാണ് UDF-ന്റെ സിനീഷ് കുമാർ ജോസഫും LDF-ലെ ബിജു S. ചിറയത്തും പത്രിക നൽകിയത്. ബെന്നി ബെഹ്നാൻ MP, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, കോൺഗ്രസ് നേതാക്കളായ VO പൈലപ്പൻ, സിജി ബാലചന്ദ്രൻ, AB ജോർജ് തുടങ്ങിയവർ UDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മുൻ MLA-മാരായ DD ദേവസി, KK ചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ തുടങ്ങിയവർ LDF സ്ഥാനാർത്ഥിക്കൊപ്പം സന്നിഹിതരായിരുന്നു. ഇരു സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു. ചാവക്കാട് എടക്കഴിയിൽ വീട്ടിൽ നടന്ന പ്രസവത്തിനു ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂപഞ്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ വീട്ടിൽ ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയത്. 7ാമത്തെ പ്രസവത്തിനു ശേഷം അണുബാധ ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എടക്കഴിയൂർ സ്വദേശിനി മുഹസീന മരിച്ചത്. വ്രണം പുഴുവരിച്ച നിലയിലായിട്ടും ഭർത്താവ് ആശുപത്രിയിൽ എത്തിച്ചില്ല. വീട്ടിലെത്തിയ ബന്ധുക്കളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മുഹസീനയുടെ മരണ പ്രസവശേഷം പരിചരണമില്ലായ്മയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനും പോലീസ് സർജൻ ശുപാർശ ചെയ്തിരുന്നു. എടവിലങ്ങക്കാരയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണം. എറിയാട് സ്വദേശി വളവത്ത് വീട്ടിൽ സന്ദീപിനെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ സന്ദീപിനെ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്ന് സന്ദീപ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചാലക്കുടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വൈക്കോൽ ലോറിയിൽ അഗ്നിബാധ. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. മുരിങ്ങൂരിൽ വെച്ചാണ് ലോറിയിലെ വൈക്കോൽ കൂമ്പാരത്തിന് തീപിടിച്ച വിവരം ഡ്രൈവർ അറിഞ്ഞത്. മാളയിൽ വൈക്കോൽ ഇറക്കിയ ശേഷം ചാലക്കുടിയിലേക്ക് വരുന്നതായിരുന്നു ലോറി. ദേശീയപാതയിലേക്ക് കയറിയ ലോറി ചാലക്കുടി മേൽപ്പാലം കടന്ന് സൗത്ത് ജംഗ്ഷനിലെ സർവീസ് റോഡിലെത്തി എറണാകുളം ദിശയിലേക്ക് കയറിയാണ് നിർത്തിയത്. ഇതിനിടെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിശമന സേന യൂണിറ്റ് സ്ഥലത്തെത്തി. പിന്നീട് അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങൾ കൂടി എത്തിയാണ് തീയണച്ചത്. അങ്കമാലി കരയാമ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ മാള സ്വദേശിനി മരിച്ചു. പൂപ്പത്തി സ്വദേശിനി ഏലൂർ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീ ദിവ്യയാണ് മരിച്ചത്. അങ്കമാലിയിൽ ജലസേചന വകുപ്പിൽ ജോലിക്കാരിയായ ഇവർ ജോലിക്ക് പോകുമ്പോൾ സഞ്ചരിച്ച സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ തന്നെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെല്ലായി റെയിൽവേ സ്റ്റേഷനു സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂരിലെ എലൈറ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസിൽ നിന്നാണ് യുവാവ് വീണത്. യുവാവ് വീഴുന്നത് കണ്ട യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ നിർത്തി പുറകോട്ടെടുത്ത് അതേ ട്രെയിനിൽ തന്നെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി ഇതുവരെ 44 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി ഇതുവരെ 44 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാന മുന്നണികളിൽ നിന്നുള്ള ഭൂരിഭാഗം പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. വരാക്കര ചുക്കിരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 20 കോഴികൾ ചത്തു. ചുക്കിരിക്കുന്ന് മടത്തമ്പിടി ജോസിന്റെ കോഴികളാണ് ചത്തത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടുകാർ കോഴികളെ കൂട്ടിൽ കയറ്റിയിരുന്നു. കൂട് തകർത്താണ് എല്ലാ കോഴികളെയും കൊന്നിരിക്കുന്നത്. അളകപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി സ്ഥലം സന്ദർശിച്ചു. കാട്ടകാമ്പൽ ഷായി സ്വദേശിയായ യുവാവിനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകാമ്പൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സറായി വെളിയത്തു വീട്ടിൽ സുഗതന്റെ മകനും DYFI പ്രവർത്തകനുമായ സഞ്ജയിനെയാണ് പ്രതികൾ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചത്. സഞ്ജയിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം വടികൊണ്ടും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിനു ശേഷം വീടിനു മുൻഭാഗത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകളും അടിച്ചു തകർത്ത പ്രതികൾ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ബൈക്കിൽ കടന്നു കളഞ്ഞത്. 3 പീടികയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. കോഴിക്കോട് സ്വദേശികളായ രാജൻ, റീജ, അനന്തു എന്നിവർക്കും കണ്ണൂർ സ്വദേശികളായ അഖിൽ, നവ്യ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനം ഫാസ്റ്റ് എയ്ഡ് ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭരണിക്ക് വരികയായിരുന്ന കണ്ണൂർ സ്വദേശികളുടെ കാറും ഭരണിക്കെത്തി മടങ്ങിയ കോഴിക്കോട് സ്വദേശികളെ കാറുമാണ് കൂട്ടിയിടിച്ചത്. യുവതിയെ മദ്യം ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ സ്പാ നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. വിവാഹ വാഗ്ദാനം നൽകി 1.5 വർഷമായി ഒപ്പം താമസിപ്പിക്കുകയും പലപ്പോഴും ശാരീരികമായി ആക്രമിക്കുകയും വെള്ളാഞ്ചിറയിലുള്ള വാടക വീട്ടിൽ വെച്ച് യുവതിയെ മദ്യം ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പേരാമ്പ്ര വില്ലേജ് ശാസ്താംകുന്ന് സ്വദേശി തത്തുപ്പുറ വീട്ടിൽ ശരത് വിഷ്ണുവിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുൻപ് മക്കളെ കാണാനായി പോകുമ്പോൾ അവിടെ എത്തി ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവരികയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന പ്രതി നിലവിൽ കുട്ടികളെ കാണാൻ പോലും യുവതിയെ അനുവദിച്ചിരുന്നില്ല. തന്നെ വിട്ടുപോയാൽ കൊല്ലുമെന്നും സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. യുവതിയോടുള്ള സംശയത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലം ഫോറൻസിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് എന്നിവർ പരിശോധിച്ചു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുനിശ്ചിത വിജയം സുനിൽ ലാലൂരിനെ നാട്ടിക സമ്മാനിക്കുമെന്ന് CA മുഹമ്മദ് റഷീദ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീട്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണ് മരിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞിന് രാജ അന്തരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.